സർവമായ മനോഹരമായ സിനിമ. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. കാരണം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്ര മനോഹരമായ ഒരു സിനിമ നിവിൻ പോളിയിൽ നിന്ന് ലഭിക്കുന്നത്. അഖിൽ സത്യന്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തെ സിനിമയായ പാച്ചും അത്ഭുതങ്ങൾക്കും മനോഹരമായിരുന്നു. ഇവിടെ രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോഴും അദ്ദേഹം ആ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ മുകളിലേക്ക് പോയെന്ന് വേണമെങ്കിൽ പറയാം. സർവമായയുടെ മറ്റൊരു പ്രത്യേകത, നിവിൻ പോളിയോടൊപ്പം അജു വർഗീസ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 2010 ശേഷം നിവിന്റെ വലിയ ഹിറ്റുകളിലൊക്കെ അധികവും അജു വർഗീസ് ഒരു ഭാഗമായിരുന്നു. അവരുടെ കോമ്പിനേഷൻ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമായിരുന്നു. ഈ സിനിമയിൽ വരുമ്പോഴും സ്റ്റാർട്ട് ടു എൻഡ് അവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അത് നന്നായി വർക്കായിട്ടുണ്ട്. ഹൊറർ കോമഡി എന്നൊക്കെയായിരുന്നു ഈ സിനിമയെ കുറിച്ച് ആദ്യം കേട്ടത്. എന്നാൽ അങ്ങനെ ഒരു ഹൊറർ കോമഡി അല്ല, പ്യുവർലി ഒരു ഫീൽ ഗുഡ് പരിപാടി തന്നെയാണ്. കുറച്ച് ഫാന്റസി എലമെന്റുകളും ഉണ്ട്. കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിവിനെ ഗംഭീരമായി അഖിൽ സത്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിവിൻ പോളിക്ക് മാത്രം സാധ്യമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു പരിപാടിയൊക്കെ ഇതിൽ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. വെറും ഒരു ഫീൽ ഗുഡ് പരിപാടിയായിട്ട് ഇങ്ങനെ പോവല്ല, കുറച്ച് ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ചും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇമോഷൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് അഖിൽ സത്യൻ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. സിനിമയുടെ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള പാട്ടുകളും സ്കോറും ഒക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതെല്ലാം നന്നായി വന്നിട്ടുമുണ്ട്. ചരൺ വേലായുധനാണ് DOP ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഫ്രെയിമുകളാണ്. പ്രത്യേകിച്ചും പഴയ സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെ കാണുന്ന പോലെ തനി നാട്ടുമ്പുറത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾനെസ് തോന്നുന്ന പരിപാടി ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഫ്രെയിമുകൾ ശരൺ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം അഭിനേതാക്കളുടെ പെർഫോമൻസ് ആണ്. ഇപ്പം നിവിൻ പോളിയും അജു വർഗീസും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ വളരെ മനോഹരമായി പെർഫോം ചെയ്ത ഒരു പിടി അഭിനേതാക്കളുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നതാണ് ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും. അതെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് റിയ ഷിബുവിൻ്റെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെറിയ രീതിയിലൊന്ന് മാറിക്കഴിഞ്ഞാൽ പാളിപ്പോകാവുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ റിയ അത് ഗംഭീരമായി ചെയ്തു. റിയയുടെ പെർഫോമൻസ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് കൂടിയാണ്. അതുപോലെ പ്രീതി കുറച്ച് സീനുകളാണുള്ളത്, അവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രഘുനാഥ് പലേരി നിവിൻ പോളിയുടെ ഫാദർ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നന്നായി തന്നെ പുള്ളി ചെയ്തു. മധു വാര്യർ കുറച്ച് സീനുകളാണ്, പക്ഷേ പുള്ളി ഗംഭീരമായി ചെയ്തു. അതുപോലെ ജനാർദ്ദൻ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ മേതിൽ ദേവികയും വിനീതും ഒരു കോമ്പിനേഷനിൽ ചെറിയൊരു ഭാഗത്തുണ്ട്, അവർ നന്നായി തന്നെ ചെയ്തു. ഇങ്ങനെ സ്ക്രീനിൽ വന്നിരിക്കുന്ന എല്ലാ അഭിനേതാക്കളും വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എവിടെയും നമുക്ക് ഒരു ഏച്ചുകെട്ടലോ അല്ലെങ്കിൽ ഒരു അപാകതയോ ഫീൽ ചെയ്യുന്നില്ല. അത്ര മനോഹരമായി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഡെഫിനറ്റ്ലി ഇത് നിവിൻ്റെ കംബാക്കാണ്. നിവിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന, നിവിൻ്റെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. കാരണം ഒരു കാലത്ത് അത്രയും കൺസിസ്റ്റൻസിയിൽ പടങ്ങൾ തന്നുകൊണ്ടിരുന്ന ആളാണ്. ആ ആളെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയാം. അത്രയ്ക്കും ഗംഭീരമായി പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയെ ഷോൾഡർ ചെയ്തു എന്ന് തന്നെ പറയാവുന്ന ഒരു പെർഫോമൻസ് ആണ്. അത്രയും സ്വാഭാവികമായ പെർഫോമൻസ്. പുള്ളിയുടെ ഒരു ഏരിയ തന്നെയാണ് കോമഡി ട്രാക്ക് എന്ന് പറയുന്നത്. അത് പുള്ളി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ആക്ടേഴ്സുമായിട്ടുള്ള കോമ്പിനേഷൻ, ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക് ചെയ്ത് പുള്ളി ഇതിനകത്ത് എല്ലാവരുമായിട്ടും, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ലൊരു തിയേറ്ററിൽ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മികച്ച ചിത്രമാണ് സർവമായ.